ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോനെ. ബർത്ത്ഡേക്ക് കുഞ്ഞുമോനെ 1000 ആശംസകൾ നേരുന്നു. ബർത്ത്ഡേക്ക് എൻ്റെ വക എല്ലാ ആശംസകളും കുഞ്ഞുമോനെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോനെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോൻ ചേട്ടാ. ആഘോഷിക്കുന്ന എൻ്റെ ആങ്ങളയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോൻജിറ്റേ. പപ്പായ്ക്ക് നല്ലൊരു ജന്മദിന ആശംസകൾ നേരുന്നു. എൻ്റെ മോക്ക് ഇതുപോലൊരു നല്ലൊരു പപ്പായെ കിട്ടിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയ സുഹൃത്തെ, എന്തുണ്ട്? നാം ഒന്നിച്ച് ചെറുപ്പം മുതലേ ഒന്നിച്ച് വളർന്ന് ഇന്നും നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നു. പ്രിയ സുഹൃത്തിന് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്കിളെ. ജന്മദിനം ആഘോഷിക്കുന്ന പപ്പായ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. 100 വയസ്സ് വരെ ആരോഗ്യവും ആയുസ്സുമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പപ്പയെ പറ്റി പറയുമ്പോഴത്തേക്കിനും എനിക്ക് ഓർമ്മയിൽ വരുന്ന കാര്യം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നിമിഷം എന്ന് പറയുന്നത്, ഞാൻ LKG പഠിക്കുന്ന സമയത്ത് വളരെ ചെറിയ പ്രായത്തിൽ പപ്പയ്ക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു പണ്ട്. ഫ്രണ്ടിൽ ഒരു നീല കളറിലെ സീറ്റൊക്കെ ഉള്ള ഒരു ആനയുടെ പടമൊക്കെ ഉള്ളൊരു സീറ്റ് ഉള്ളൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം അതിൽ എന്നെ ഷിൻചിട്ടാനെ ഇരുത്തി വിജയ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കൊച്ചിലെ. അപ്പോൾ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഞാൻ പപ്പാടക്കലോട് ചെല്ലും, എന്നിട്ട് ബീച്ചിൽ പോകാമെന്ന് പറയും. അങ്ങനെ ഞാൻ എന്നെ ഫ്രണ്ടിൽ ഷിൻചിട്ടാനെ പുറകെ ഇരുത്തി പപ്പ സൈക്കിൾ ഓട്ടി ഇപ്പോഴത്തെ ബൈപ്പാസ് ഇല്ലേ അതിലും വഴി ഷോർട്ട് കട്ട് കയറി. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ. കാരണം അത്രയും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളായിരുന്നു ആ സമയത്ത്, കൊച്ചിലെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അതാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതാണ് മറക്കാൻ പറ്റാത്ത ഒരു ഇതെന്ന് പറയുന്നത് അതാണ് എനിക്ക് പപ്പാനെ പറ്റി പറയുമ്പോൾ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത് അതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ ടു യു പപ്പ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോൻ പപ്പ. 66ാം ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞുമോൻ ചേട്ടന് 1000 പ്രാർത്ഥനാശംസകൾ. ദൈവം തമ്പുരാൻ്റെ കൃപ കുഞ്ഞുമോൻ ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നും ഉണ്ടാകട്ടെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മിന്നിയുടെ വീട്ടിൽ അപ്പൂപ്പനെയൊക്കെ കുഴിച്ച് കമ്പൊക്കെ വെച്ച് അതിനകത്ത് ചാടിക്കാൻ മരത്തെ കയറി എന്നൊക്കെ ഓർക്കുന്നുണ്ടോ? രമണി ചേച്ചിയുടെയൊക്കെ അപ്പൂപ്പനെ കുഴിച്ച് വീഴ്ത്താനായിട്ട് കുഴിച്ച് കമ്പം വെച്ച് ചേമ്പലയും വെച്ച് എന്നിട്ട് കുഞ്ഞുമോൻ അപ്പൂപ്പൻ വീഴാൻ നോക്കിയിരിക്കുന്ന നിനക്ക് മരത്തെ കയറി ഇരിക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ? ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോൻജിറ്റേ. ഹായ് പപ്പേ, ഹാപ്പി ബർത്ത്ഡേ. ഇനി ഒത്തിരി നാള് സന്തോഷത്തോടെ എല്ലാവരുടെയും കൂടി ഇരിക്കാൻ പറ്റട്ടെ. അടിച്ചു പൊളിക്കുക, എല്ലാം ഫുഡൊക്കെ കഴിച്ചോ. ഓക്കെ, ബൈ. പ്രിയപ്പെട്ട പപ്പയ്ക്ക് എന്നും ജീവിതത്തിൽ ആരോഗ്യം സന്തോഷങ്ങളും നിലനിൽക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. പപ്പായ്ക്ക് 1000 ജന്മദിന ആശംസകൾ നേരുകയാണ്. ഒരു നല്ലൊരു ഭർത്താവിനെ കിട്ടുക എന്നതുപോലെ തന്നെയാണ് ഒരു അപ്പനെയും അമ്മേനെയും കിട്ടുക എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഒത്തിരി ഭാഗ്യം ചെയ്ത ആളാണ്. എനിക്ക് അത്രയും നല്ലൊരു പപ്പാനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നന്നായിട്ട് ഒരു ഫാമിലി കൊണ്ടുപോകുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു ഭാര്യ ഇടയ്ക്കലും മക്കളോടും അവരെയെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് പപ്പ. അപ്പം ആ സ്നേഹം എനിക്കും അനുഭവിക്കാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ആ ഭാഗ്യം എൻ്റെ മോൾക്കും ലഭിച്ചു എന്നുള്ളതാണ്. ഞാനൊന്നും കുഞ്ഞിലെ ഇത്രയും സ്നേഹമൊന്നും അനുഭവിച്ചിട്ടില്ല ഈ അപ്പൂപ്പാടെയൊക്കെ. അപ്പം അത് എൻ്റെ മോൾക്ക് കിട്ടിയതിൽ ഒത്തിരി ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈശോയോട്. അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ. ഒത്തിരി വർഷം ഇതുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പപ്പ. എസ്സാമോടെ അപ്പുമായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും പപ്പയായിട്ടും പപ്പ ഒരുപാട് നാൾ ഇതേപോലെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പപ്പ.
മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ പപ്പ. അവിടെ ഒന്ന് വിഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വർക്കുള്ളതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്. എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഇനിയും സന്തോഷത്തോടും ആരോഗ്യത്തോടും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ ഷിനുപപ്പ. എനിക്ക് ഷിനുപപ്പാനെ പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത് ഒന്നും പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് എന്നെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നിരിക്കുന്ന ഷിനുപപ്പയാണ്. പപ്പ ആൻറ്റിയും കൂടെ ബീച്ചിൽ പോകുമ്പോഴാണെങ്കിൽ എന്നെ കൊണ്ടുപോകും, പെരുന്നാളിന് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. എനിക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ എൻ്റെ പപ്പനോട് പറയുന്നതിനെക്കാട്ടിലും മുന്നേ ഞാൻ ഓടിയോന്ന് പറയുന്നത് ഷിനുപപ്പയുടെ. പപ്പ എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് ചെരുപ്പ് വേണമെങ്കിൽ വരെ ഞാൻ പപ്പയോട് വന്നിട്ടാണ് പറയുന്നത്, എനിക്ക് ചെരുപ്പ് വേണമെന്ന്. അപ്പോൾ പോലും പപ്പയുടെ പൈസ ഇല്ലെങ്കിൽ പോലും എൻ്റെ പൈസ ഇല്ല, ഇല്ലെങ്കിൽ വാങ്ങി തരത്തില്ല എന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എസാനെ പോലും പപ്പ എന്നെ കൊണ്ട് നടന്ന അത്രയും കൊണ്ട് നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനിയും കുറേ കാര്യങ്ങളുണ്ട് പപ്പാനെ പറ്റി പറയാനാണെങ്കിൽ. എനിക്ക് പപ്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് ഇത്രയും പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ. അന്നച്ചേട്ടാ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനിൽ ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്കിൾ. ഇങ്ങനെ സ്വീറ്റ് ആൻഡ് അടിപൊളിയായിട്ടിരിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു വിത്ത് ഗുഡ് ഹെൽത്ത്. ഹായ് പപ്പേ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ കുഞ്ഞിലെ തൊട്ട് പപ്പ എന്നിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ചേഞ്ചും ഇല്ല. പപ്പയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ പപ്പയാണ്, വേറെ ആരുമല്ല. അതെനിക്ക് ഷുവറാണ്. ബിക്കോസ് ഞാൻ ഇതുവരെ പപ്പ ഇങ്ങനെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ആരോടിങ്ങനെ വഴക്കിട്ടോ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എവിടെ ആയിരിക്കുന്നു അവിടെ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ആൾ മാക്സിമം നോക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും അങ്ങനെ വഴക്കിട്ടോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ദാറ്റ് മീൻസ് അത്ര ആൾ ഹാർട്ട് കൊണ്ട് പ്യുവർ ആണെന്നാണ്. അത് നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അങ്ങനെ എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. സോ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതെനിക്ക് എപ്പോഴും പപ്പയോട് പറയണമെന്നുണ്ട്. പക്ഷെ അതിപ്പം അങ്ങനെ ഒരു പറയാൻ ചാൻസ് കിട്ടിയതിൽ ശരിക്കും ഹാപ്പിയാണ്. ഇപ്പം പപ്പയുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും ഔട്ട്സൈഡേഴ്സിനെ നോക്കുന്നതാണെങ്കിലും എല്ലാവർക്കും അവരുടെ ഒരു സ്പേസ് കൊടുത്തിട്ട് എല്ലാവരും കൺസേൺ ചെയ്തിട്ടാണ് പപ്പ ഒരു വേ ഓഫ് ലവിങ് കാണിക്കുന്നത്. സോ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ അതിത്രയും എല്ലാവരും മനസ്സിലാക്കുന്ന ആൾക്ക് മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ പപ്പയുടെ ഈ ഒരു ബർത്ത്ഡേയിൽ എല്ലാവിധ ആശംസകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും ഹാപ്പിനെസ്സും ആയുസ്സും ആരോഗ്യവും എല്ലാം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സോ വൺസ് അഗൈൻ വിഷിംഗ് യു പപ്പ ഹാപ്പി ബർത്ത്ഡേ. ലവ് യു. ദൈവം എനിക്കിത് ഇത്രയും നല്ലൊരു ജീവിത പങ്കാളിയെ തന്ന എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രാണനാഥന് ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരാന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ അപ്പൂപ്പ. എനിക്ക് അപ്പൂപ്പാനെ ഒത്തിരി ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ അപ്പൂപ്പ.